അപ്പം ഞാൻ പെട്ടെന്ന് ചാടി കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണം, എൻ്റെ ചേട്ടൻ കഞ്ഞി ചോദിച്ച് എനിക്ക് തരുമോ എന്ന് ചോദിച്ച്. അപ്പം സിസ്റ്റർ പറഞ്ഞ് പാത്രം എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പം അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ് എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഇല്ല, ഒരാളിനുള്ള കഞ്ഞിയെ ഞാൻ കൊണ്ടുവന്നുള്ളൂ. അത് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ തൂക്കോത്രം എടുത്ത് കഞ്ഞി വാങ്ങിച്ചിട്ട് ചേച്ചി ഞാൻ തരാമേ എന്നിങ്ങനെ പറഞ്ഞ് കഞ്ഞി കയ്യിൽ വാങ്ങിച്ചിട്ട് തിരിഞ്ഞു നോക്കണ സിസ്റ്റർ ആ ട്രോളിയും കണ്ടില്ല, സിസ്റ്ററിനെയും കണ്ടില്ല. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ വന്ന സിസ്റ്റർ എവിടെ? അപ്പം ചേട്ടൻ പറഞ്ഞു, എടി നിനക്ക് കഞ്ഞി തരണത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഞാൻ പിന്നെ കണ്ടില്ല, സിസ്റ്ററിനെ കണ്ടില്ല എന്ന് പറഞ്ഞ്. അപ്പം തിരിച്ച് നോക്കിയപ്പം കാണാനില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടനെ ചേട്ടന് കഞ്ഞി കൊടുത്ത് ചേട്ടന് കഞ്ഞി കൊടുത്തിട്ട് അതിലൊന്ന് ആ ചേച്ചിക്ക് ഒരു ഗ്ലാസ് കൊടുത്ത് ഞാനും ഒരല്പം കുടിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് അന്ന് വേറെ ഒന്നും കഴിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ വയറ് വീർത്ത്. അന്ന് വൈകിട്ട് ഒരു ഡോക്ടർ വന്ന് പറയാണ്, അത് സിസ്റ്റർ വന്ന് പറയാണ്, അത് മധുവിന് ഇന്ന് നെഫ്രോളജിയിലെന്നൊരു ഡോക്ടർ വരും, അതുവരെയും ഡോക്ടർമാർ ഒന്നും എന്തോ നാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഈ കഞ്ഞി കുടിച്ചതിൻ്റെ അന്ന് രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയാണ്, അപ്പുറത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് ഒരു നെഫ്രോളജിയുടെ ഡോക്ടർ വരും, അപ്പം ആ ഡോക്ടർ വന്ന് എന്തോ നാണെന്ന് പറയുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇന്ന് എന്നെ ഒരു MRI സ്കാനിങ് എടുക്കണം തലയ്ക്കുള്ളത് എന്ന് പറഞ്ഞപ്പം അപ്പം സാധാരണ ഡേറ്റ് ഇട്ട് തരും. അപ്പം 1 മാസം 2 മാസമൊക്കെ ആവും മെഡിക്കൽ കോളേജിൽ. അപ്പം അന്ന് എന്നെ പറഞ്ഞ് പിറ്റേന്നത്തേക്ക് ഞങ്ങൾക്ക് ഡേറ്റും കിട്ടി. പിന്നെ ഞാൻ മോനെയും കൂടെ വിളിച്ച് പിറ്റേന്ന് രാത്രി എന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പോഴും പറഞ്ഞു അത് സ്ട്രോക്ക് വന്നതാണ്. പക്ഷേ വന്ന സ്ഥിതിക്ക് ചേട്ടൻ ഇങ്ങനെ അല്ല, ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ അല്ല നിൽക്കേണ്ടായിരുന്നു, ഒരു സൈഡ് മൊത്തത്തിൽ തളർന്ന് വരേണ്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം അത്രയ്ക്ക് BP തലയിൽ കയറിയാണ് ഈ സൈഡ് വന്നത്. പക്ഷേ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ. എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല പറയുമായിരുന്നു. അതിനോടൊപ്പം ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന് ചേട്ടൻ്റെ കഴുത്തിയിട്ട് കൊടുത്തു.